വയനാട് ജില്ലയിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചുരം പാതയ്ക്ക് ബദലായി LDF സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത. തുരങ്കപാത നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വർഷം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചുരം റോഡിൽ 6, 7, 8 വളവുകൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നവീകരിക്കുന്നതിന് 40 കോടി 70 ലക്ഷം രൂപയുടെ പദ്ധതി പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ചുരം ഒഴികെയുള്ള ഭാഗം 4 വരിയായി വികസിപ്പിക്കുവാനുള്ള പദ്ധതി നിർദ്ദേശവും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. 2 ബദൽ പാതകളെ സംബന്ധിച്ച ചർച്ചകളും നേരത്തെ തന്നെ നടത്തുന്നുണ്ട്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ പാതയും ചിപ്പിലത്തോട് മരുതിലാവ് തളിപ്പുഴ ചുരം പാതയും സാധ്യമാക്കാനുള്ള പരിശ്രമങ്ങളാണ് സർ നടക്കുന്നത്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ ചുരം ബദൽ പാത കോഴിക്കോട് വയനാട് ജില്ലകളിലായി 28.83 കിലോമീറ്റർ ദൂരമുള്ള പാതയാണ്. ഇതിൽ സർ 10.61 കിലോമീറ്റർ കോഴിക്കോട് ജില്ലയിലും 18.22 കിലോമീറ്റർ വയനാട് ജില്ലയിലുമാണ്. ഈ പാത സംബന്ധിച്ച ചില ശ്രമങ്ങൾ നേരത്തെ നടന്നിരുന്നുവെങ്കിലും യാഥാർത്ഥ്യമായിരുന്നില്ല. കഴിഞ്ഞ നവകേരള സദസ്സിൽ ഈ പാത യാഥാർത്ഥ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗൗരവകരമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പൂഴിത്തോട് നിന്ന് വനം ഉൾപ്പെടെയുള്ള സ്ഥലത്തിൻ്റെ പ്രാഥമികമായ സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ട്. ജനുവരി 23-നാണ് PWD ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് ഇത്തരമൊരു പരിശോധന നടത്തിയത്. തുടർ പ്രവർത്തനം എന്ന നിലയിൽ റോഡ് നിർമ്മാണത്തിൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്.